നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 3 ദിവസം കൂടി മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തീരപ്രദേശത്ത് താമസിക്കുന്നവരും താഴ്ന്ന പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. മന്നലാംകുന്ന് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് എംഎൽഎയുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരും. തിപ്പലശ്ശേരി മൃഗാശുപത്രിക്ക് സമീപം റോഡ് തോടായി. ചാട്ടുകുളത്ത് നടപ്പാതയ്ക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി. റോഡ് ചെളിക്കുളമായി മാറി. വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണം. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രദേശവാസിക്കുമാണ് പരിക്കേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സിപിഐ ഗുരുവായൂർ മണ്ഡലം സമ്മേളനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ ഗുരുവായൂരിലെ പാത തിരുനാവായിലേക്ക് നീട്ടണമെന്നും വടക്കോട്ടുള്ള ട്രെയിൻ സർവീസ് നാടിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്നും സിപിഐ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 3 ദിവസം കൂടി മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. തീരത്ത് 4.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്കും സാധ്യതയുണ്ട്. തീരമേഖലയിൽ രൂക്ഷമായ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. 19-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളത്ത് വീട് തകർന്നു. അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ശ്രീകുട്ടൻ എന്ന വിജേഷിന്റെ വാർപ്പ് വീടാണ് നിലം പൊത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 സംഭവം. കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെക്കുന്നതിനായി വിജേഷും ഭാര്യയും 2 മക്കളും എഴുന്നേറ്റ സമയത്തായിരുന്നു സംഭവം. ശബ്ദം കേട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. മഴയിൽ വീടിന്റെ ചൂരകൾക്കിടയിലേക്ക് വെള്ളം ഇറങ്ങിയതാണ് ഇടിയാൻ കാരണമായതെന്ന് കരുതുന്നു. വീട്ടുസാധനങ്ങളെല്ലാം നശിച്ചു. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. പുന്നേർകുളം പഞ്ചായത്തിലെ മന്നലാംകുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഗുരുവായൂർ എംഎൽഎ NK അക്ബറിന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരാൻ തീരുമാനം. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിലാണ് യോഗം ചേരുന്നത്. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിലെ മന്നലാംകുന്നിൽ ചാക്കോലയിൽ റോഡ്, AKG റോഡ്, അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി ഇവിടെ നിന്നും ലോഡ് കണക്കിന് മണ്ണെടുത്തുകൊണ്ടുപോയതാണ് വെള്ളം ഇവിടെ കെട്ടിനിൽക്കാൻ കാരണം. മാത്രമല്ല, അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അധികൃതർ ഇടപെട്ടതുകൊണ്ട് ദേശീയപാത അധികൃതർ കാന നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കാമെന്ന് ഉറപ്പു നൽകുകയും ഇതിനായി 2 അടി വ്യാസമുള്ള കോൺക്രീറ്റ് പൈപ്പ് കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മഴയ്ക്ക് ശമനമായപ്പോൾ ദേശീയപാത ഉദ്യോഗസ്ഥർ തന്നെ പൈപ്പുകൾ തിരിച്ചുകൊണ്ടുപോവുകയാണുണ്ടായത്. ഈ വർഷം മഴ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വെള്ളം കയറുകയും സർവീസ് റോഡ് അടച്ചിടുകയും സ്പീഡ് ട്രാക്കിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയുമാണുണ്ടായത്. അന്നു മുതൽ രാപ്പകലില്ലാതെ 2 വലിയ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പു ചെയ്ത് കളയുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് മാറുകയോ സർവീസ് റോഡ് തുറന്നുകൊടുക്കാനോ സാധിച്ചിട്ടില്ല. ഇതുമൂലം നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ NK അക്ബർ MLAയ്ക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം വിളിക്കുന്നതിന് തീരുമാനമായത്. കോടികൾ മുടക്കി നവീകരിച്ച AO ചങ്ങരംകുളം പൊതുമരാമത്ത് റോഡിൽ വെള്ളക്കെട്ട്. പാലായ്ക്കൽ കടവിൽ റോഡിൽ വെള്ളം കെട്ടിനിന്ന് കാൽനടയാത്ര പോലും ദുസ്സഹമായി. സമീപത്തെ 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സുകൾക്ക് മുന്നിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ ഭാഗത്ത് റോഡ് ഉയർത്താതെ നവീകരണം നടത്തിയതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. കോൾപ്പാടത്ത് ജലനിരപ്പ് ഉയരുമ്പോൾ വെള്ളത്തിനടിയിലാകുന്ന റോഡ് ഉയർത്താതെ നവീകരിക്കുന്നതുകൊണ്ട് ബലമില്ലെന്നറിയിച്ച് നാട്ടുകാർ രംഗത്ത് വന്നെങ്കിലും ഇത് അവഗണിച്ചാണ് പ്രവൃത്തി നടത്തിയതെന്ന് പറയുന്നു. വർഷങ്ങളായി ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറാറുണ്ട്. ഇതേ തുടർന്നാണ് പാലായ്ക്കൽ കടവ് ഭാഗത്ത് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്.
കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. മരം കടപുഴകി വീണ് വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി പോസ്റ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തിപ്പലശ്ശേരി വീട്ടിൽ ജയേഷിന്റെ വീടിന്റെ മുൻവശത്തെ ഷീറ്റുകളും ഹരിദാസിന്റെ വീടിന് പുറകുവശത്തെ ഷീറ്റുകളുമാണ് മരം വീണ് തകർന്നത്. 2 വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീണു. മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. കനത്ത മഴ മൂലം ചാട്ടുകുളത്ത് നടപ്പാതയ്ക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി റോഡ് ചെളിക്കുളമായി മാറി. ഇരുചക്ര വാഹനങ്ങൾ ചെളിയിൽ തെന്നിവീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് ചെളി നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തോടിന് സമമായി. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി മൃഗാശുപത്രിക്ക് സമീപമുള്ള റോഡാണ് മഴ പെയ്താൽ തോടിന് സമാനമായി മാറുന്നത്. ഇതോടെ റോഡരികിലുള്ള 8 വീട്ടുകാരാണ് ദുരിതത്തിലായത്. മഴ കനത്താൽ ഉയർന്ന പ്രദേശത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാത്തതാണ് നാട്ടുകാർക്ക് ദുരിതമായത്. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിലെ ക്ലാസ് മുറിയുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണ് ഓടുകൾ തകർന്നു. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തേക്കുമരത്തിന്റെ കൊമ്പ് പൊട്ടിവീണത്. 1-2 ക്ലാസുകളുടെ മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. പുലർച്ചെയായതിനാൽ വൻ അപകടം ഒഴിവായി. ഓടുകൾ തകർന്നതുമൂലം ക്ലാസ് മുറിയിലെ കുട്ടികളെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയാണ് ഇന്ന് പഠനം നടത്തിയത്. സ്കൂളിന്റെ സമീപമുള്ള പറമ്പിൽ നിന്നുള്ള ഉണങ്ങിയ മരവും സ്കൂളിലേക്ക് വീണിട്ടുണ്ട്. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ നിന്നും ചേറ്റുവ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയാണിത്. റോഡിലെ കുഴികളിൽ അറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന്റെ സമീപമുള്ള വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനായി നിർമ്മിക്കുന്ന കാന ഉൾപ്പെടെയുള്ള യാതൊരു സജ്ജീകരണങ്ങളും ഇല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരമെല്ലാം നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. മഴ കനക്കുന്നതോടെ റോഡ് പൂർണ്ണമായും മുങ്ങിപ്പോകാനാണ് സാധ്യത. എല്ലാ വർഷവും മഴ പെയ്താലും ഇത് തന്നെയാണ്. വെള്ളം കയറിയിട്ട് കടയിലേക്ക് കയറാനും പറ്റുന്നില്ല. വെള്ളത്തിൽ നിന്നാണ് കടയിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. അതുമാതിരി തന്നെ അവര് അധികാരികളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവര് ഒരു നടപടി ഇതിന് സ്വീകരിക്കുന്നില്ല. പിന്നെ ഓൾറെഡി ഇവിടെ കാനുണ്ട്. ആ കാനയിൽ മണ്ണ് മെത്തുമ്പോഴേക്ക് മണ്ണിങ്ങനെ കയറി കിടക്കുകയാണ്. മഴ അതിൻ്റെ മണ്ണ് കോരി കളഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇവിടെ ഈ വെള്ളമൊക്കെ ക്ലിയർ ആവും. പക്ഷെ അധികാരികളോട് പറഞ്ഞിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. അവർ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ റോഡാണിത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറയുന്നു. വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് വേണ്ടി കനോലി കനാലിന് കുറുകെ കെട്ടിയ ബണ്ടുകൾ പൊളിക്കാൻ നടപടികളായി. വെള്ളമൊഴുക്കിനായി കനോലി കനാലിന് ബദലായി നിർമ്മിച്ചിരുന്ന കനാലിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നുണ്ടെങ്കിലും കനത്ത മഴയിൽ കനാലിന്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായ സാഹചര്യത്തിൽ പൊന്നാനി MLA P. നന്ദകുമാർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടി ബണ്ട് പൂർണ്ണമായും തുറന്ന് കനോലി കനാലിലെ ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇതോടെ കനോലി കനാലിന് പരിസര പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരമാകും. ചാവക്കാട് മുനയ്ക്കക്കടവിൽ കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. മേഖലയിലെ ഓൺലൈൻ ചാനൽ റിപ്പോർട്ടർ KS പാർവതിക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം നടന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് സംഭവം. പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമായതോടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ പാർവതിക്ക് നേരെ മുനിക്കക്കടവ് ഇക്ബാൽ നഗർ പ്രദേശവാസികളായ ഒരു കൂട്ടം യുവാക്കൾ കയ്യേറ്റത്തിന് മുതിരുകയായിരുന്നു. കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. യുവതി ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ഒരു വീഡിയോ എടുക്കണ്ട, ഞങ്ങളെ മൊബൈലാണ് ഫോട്ടോ എടുത്തോ. ഞങ്ങൾ പോയിക്കോന്ന് പറയണേ. ഞങ്ങളുടെ ദുരക്കൊള്ളേ ഇതിനെന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കണേ എന്തും ചെയ്യാൻ പറ്റുമോ? ചാനലുകൾ കുറെ ചാനലുകൾ വരും ഇവിടെ. പറ്റൂല, സമ്മതിക്കൂല വീഡിയോ എടുക്കരുത്. ചൊവ്വന്നൂരിൽ അയ്യപ്പത്ത് റോഡിൽ വീട് തകർന്ന പുസ്തകവും ബാഗും നഷ്ടമായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി BJP നേതൃത്വം. ബാഗും പാഠപുസ്തകങ്ങളും നോട്ട്ബുക്കുകളും വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും BJP മണ്ഡലം കമ്മിറ്റി വാങ്ങി നൽകി. മണ്ഡലം പ്രസിഡന്റ് ജെബിൻ PJ, മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, KS സുമേഷ്, KV വിഗീഷ്, സോമൻ കണിയാമ്പാൽ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റു.
തൊഴിലുറപ്പ് തൊഴിലാളികളായ ചീരോത്ത് വീട്ടിൽ 51 വയസ്സുള്ള മിനി, നെല്ലിക്കൽ വീട്ടിൽ 58 വയസ്സുള്ള വത്സല എന്നിവർക്കും നാട്ടുകാരനായ തോപ്പിൽ 27 വയസ്സുള്ള ജെമിനുമാണ് കടന്നൽ കുത്തേറ്റത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കുറുമാൽക്കാവ് ക്ഷേത്രത്തിന് സമീപം തൊഴിലുറപ്പ് തൊഴിലിന് എത്തിയതായിരുന്നു മിനിയും വത്സലയും. കാറ്റിൽ കൂടിളകി കൂട്ടത്തോടെ പറന്നെത്തിയ കടന്നലുകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജെമിന് കുത്തേറ്റത്. 3 പേരെയും ആദ്യം വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് മുളങ്കുന്നത്ത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകർക്കുൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ ഗുരുവായൂരിലെ പാത തിരുനാവായയിലേക്ക് നീട്ടണമെന്നും വടക്കോട്ടുള്ള ട്രെയിൻ സർവീസ് നാടിന്റെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG ശിവാനന്ദൻ, NK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി പുന്നേർകുളത്ത് നടന്ന സമ്മേളനത്തിൽ 9 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. മണ്ഡലം സെക്രട്ടറിയായി CV ശ്രീനിവാസനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി KK ജ്യോതിരാജിനെയും 21-അംഗ മണ്ഡലം കമ്മിറ്റിയെയും 15-അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും യോഗം തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ നന്ദി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സഭാംഗണത്തിന്റെയും വിദ്യാലയ നവീകരണ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ്, SMC ചെയർമാൻ ശങ്കരനാരായണൻ, PTA വൈസ് പ്രസിഡന്റ് CM അഷ്റഫ്, OSA പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ V സ്മിത, പ്രധാനാധ്യാപിക ഷെർലി പെലക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് സഭാംഗണവും അസംബ്ലി സ്റ്റേജും നിർമ്മിച്ചത്. വിദ്യാലയത്തിന്റെ മെയിന്റനൻസ് വർക്കുകൾക്കായി 7 ലക്ഷം രൂപയും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി 2 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് 18 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ചിറളയത്ത് ശാന്തകുമാരിയമ്മയെ കിഴൂർ പകൽവീട് ഉപദേശക സമിതിയും നഗരസഭയും ചേർന്ന് അനുസ്മരിച്ചു. പകൽവീട്ടിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 2019 തനിച്ച് താമസിക്കുകയായിരുന്ന ശാന്തകുമാരിയമ്മ നഗരസഭയ്ക്ക് വീടിനോട് ചേർന്നുള്ള സ്ഥലം വിട്ടു നൽകിയത്. നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നഗരസഭയുടെ 2ാമത്തെ പകൽ വീട് ഇവിടെ നിർമ്മിച്ചത്. ശാന്തകുമാരിയമ്മയ്ക്ക് PMAY ലൈഫ് പദ്ധതി പ്രകാരം നഗരസഭ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. കുന്നംകുളം കക്കാട് PWD റസ്റ്റ് ഹൌസിന്റെ 1ാം നിലയിൽ നിന്ന് കാൽ വഴുതി താഴേക്ക് വീണ് പൊന്നാനി സ്വദേശിക്ക് ദാരുണാന്ത്യം. പൊന്നാനി തൃക്കാവ് പാണ്ടംപറമ്പത്ത് മന നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ മകൻ 70 വയസ്സുള്ള ശങ്കരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഉടനെ കുന്നംകുളം താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുന്നാന കാണിപ്പയ്യൂർ റോഡിൽ അറവുമാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു. ഇതേ തുടർന്ന് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. കുട്ടികളും വയോജനങ്ങളും അടക്കം നിരവധി യാത്രക്കാർ ദിവസവും സഞ്ചരിക്കുന്ന റോഡാണിത്. അക്രമകാരികളായ തെരുവുനായ്ക്കൾ മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ തെരുവുനായ ശല്യം ഉടൻ പരിഹരിക്കുക, അറവുമാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂസ് പേജ് പഴുന്നാന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കടങ്ങോട് പഞ്ചായത്ത് കിഴക്കുമുറി വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ മികവ് 2025 വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അധ്യാപകനും കവിയുമായ ഡോക്ടർ ER ശിവപ്രസാദ് പുരസ്കാര വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം CV സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ചുണ്ടൽ പഞ്ചായത്ത് കൃഷിഭവനിൽ കൃഷി ഓഫീസറായി ജോലി ലഭിച്ച ഭുവനയെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ്, CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, ജാനകി പത്മജൻ എന്നിവർ സംസാരിച്ചു. ചീഞ്ഞളിഞ്ഞ നിലയിൽ കരയ്ക്കടിഞ്ഞ ഒരാഴ്ച പഴക്കമുള്ള ഡോൾഫിനെ മന്നലാംകുന്ന് യാസീൻ പള്ളി മയ്യിദ് പരിപാലന കമ്മിറ്റി പ്രവർത്തകർ സംസ്കരിച്ചു. 6 അടിയോളം നീളമുള്ള ഒരാഴ്ച പഴക്കമുള്ള
ചീഞ്ഞഴിഞ്ഞ ഡോൾഫിനെ പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരാണ് കണ്ടത്. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ കടൽത്തീരത്തോട് ചേർന്ന് വലിയ കുഴിയെടുത്ത് സംസ്കരിക്കുകയായിരുന്നു. മന്നലാംകുന്ന് യാസിൻ പള്ളി മയ്യിത്ത് പരിപാലന കമ്മിറ്റി പ്രവർത്തകരായ കെ അക്ബർ, ഷെഫീഖ് രാമി, മൻസൂർ ആലത്തയിൽ, റംഷാദ് ബാവ, അബൂബക്കർ, ആലിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം അവസാന വാരത്തിലും ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന തരത്തിൽ ഡോൾഫിൻ കരയ്ക്കടിഞ്ഞിരുന്നു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെ രണ്ടാംഘട്ട ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ബി ദിലീപ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, 19ാം വാർഡ് കൌൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ, ജനപ്രതിനിധികൾ, സിവിൽ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 1,95,000 രൂപ ചെലവഴിച്ച് 19 ബോട്ടിൽ ബൂത്തുകളാണ് സ്ഥാപിക്കുന്നത്. ബാലഗോകുലം ഗുരുവായൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാർഷികാഘോഷം നടത്തി. അഞ്ഞൂർ പാർക്കാടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി സാഹിത്യകാരി സുനിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഉദ്ഘാടന സഭ, പ്രതിനിധി സഭ, ബാലസഭ, ചർച്ചാസഭ, താലൂക്ക് സഭ എന്നിങ്ങനെ വിവിധ സെഷനുകളിലായിട്ടാണ് ജില്ലാ വാർഷികം ആഘോഷിച്ചത്. ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ പതാക ഉയർത്തി. ഗോകുല ജില്ലാ സമിതി അംഗം A രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. ഉത്തര കേരളം സമിതി അംഗം KV കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. PK ശിവദാസ് വൃത്താവതരണവും നിർവഹിച്ചു. തുടർന്ന് വിവിധ സെഷനുകളിൽ MR പ്രമോദ്, PB സുദേവ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്യെഴുത്ത് മാസിക മത്സരഫല പ്രഖ്യാപനവും ഉണ്ടായി. UAEയിൽ നടന്ന GPL ഗുരുവായൂർ പ്രീമിയർ ലീഗ് പ്രഥമ സീസണിൽ ഇൻവോടെക്സിന് കിരീടം. വാശിയേറിയ ഫൈനലിൽ ഡിഫൻസ് ഇരിങ്ങപ്പുറത്തെ പരാജയപ്പെടുത്തിയാണ് ഇൻവോടെക്സ് കപ്പ് നേടിയത്. ഫൈനലിൽ ഇൻവോടെക്സ് ടീമിലെ ഷാഹിൽ മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കി. മുഷഹീർ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി. മികച്ച വിക്കറ്റ് കീപ്പറായി ചലഞ്ചേഴ്സ് പട്ടിക്കരയിലെ ഉവൈസിനെയും, മികച്ച ബാറ്റ്സ്മാനായി ഇൻവോടെക്സ് ടീമിലെ മുഷഹീറിനെയും, മികച്ച ബൌളറായി ഇൻവോടെക്സ് ടീമിലെ തന്നെ പ്രണവിനെയും തെരഞ്ഞെടുത്തു. ടൂർണമെന്റിന് GPL കോർഡിനേറ്റർ രാഹുൽ സച്ചൂസ്, മറ്റ് ഭാരവാഹികളായ പ്രവീൺ, നവീൻ, അഖിൽ, സനത്, രാഗിൽ, രാഹുൽ, നന്ദു, മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,200 രൂപ, പവന് 73,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം. വടക്കേക്കാട് തിരുവളയന്നൂർ കൊമ്പൻ വർഗീസ് ഭാര്യ ഫിലോമിന നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്നു. പരേതയായ എൽസി, മേരി, തോമസ്, മോളി, ഫിജി, ജിഫി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 3 ദിവസം കൂടി മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തീരപ്രദേശത്ത് താമസിക്കുന്നവരും താഴ്ന്ന പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. മന്നലാംകുന്ന് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് MLAയുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരും. തിപ്പലശ്ശേരി മൃഗാശുപത്രിക്ക് സമീപം റോഡ് തോടായി. ചാട്ടുകുളത്ത് നടപ്പാതയ്ക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി റോഡ് ചെളിക്കുളമായി മാറി. വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണം. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളിക്കും പ്രദേശവാസിക്കുമാണ് പരിക്കേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കുൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ ഗുരുവായൂരിലെ പാത തിരുനാവായയിലേക്ക് നീട്ടണമെന്നും വടക്കോട്ടുള്ള ട്രെയിൻ സർവീസ് നാടിന്റെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും CPI. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.